നോട്ടീസിന് എന്ത് സംഭവിച്ചു എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അപ്പം ഞങ്ങളാരും മുഖ്യമന്ത്രിയുടെ മകനെക്കുറിച്ച് ഒരു ആക്ഷേപം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു സമൻസ് അയച്ചവരാണ് പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെ വന്ന സ്ഥിതിക്ക് അതിനെന്ത് സംഭവിച്ചു? ഒരാൾക്ക് സമൻസ് അയച്ചാൽ ഒന്നുകിൽ ഇ ഡി പറയണം ഞങ്ങൾ സമൻസ് അയച്ചെങ്കിലും അത് വസ്തുതാപരമല്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അയച്ചില്ല എന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇ ഡി പറയേണ്ട കാര്യങ്ങൾ ഇ ഡി തന്നെ പറയണം. അത് വേവി പറഞ്ഞാൽ പോരാ. എന്നാലും വേവി പറഞ്ഞത് അതിലൊന്നും പരിശോധിച്ചിട്ട് ഒരു കുഴപ്പമില്ല എന്ന് കണ്ടതുകൊണ്ടാണ് പിന്നെ അയക്കാഞ്ഞതെന്നാണ്. അങ്ങനെ പറഞ്ഞാൽ പോരാ. അത് ഇ ഡിയാണ് പറയേണ്ടത്. അതാണ് ഇ ഡി പറയേണ്ട കാര്യം ഇ ഡി പറയണം, വേവി പറഞ്ഞാൽ പോരാ. അപ്പോൾ വ്യക്തമായിട്ട് അറിയണം എന്താ സംതിങ് റോങ്. പിന്നെ മാത്രമല്ല, ഇത്തവണ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിൽ പ്രധാനമന്ത്രിയെ കണ്ടു, ശരിയാണ്. ധനകാര്യമന്ത്രിയെ കണ്ടു, അത് ശരിയാണ്. നിതിൻ ഗഡ്കരിയെ കണ്ടു, അത് മനസ്സിലാക്കാം. പക്ഷേ മാവോയിസ്റ്റുകളെ വേട്ടയാടാനുള്ള എമൗണ്ട് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അമിത്ഷാനെ കണ്ടതിനെക്കുറിച്ചാണ് സംശയം. അങ്ങനെ മാവോയിസ്റ്റുകൾ ഇവിടെ ഉണ്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. മാത്രമല്ല, അങ്ങനെ പണ്ട് നക്സലൈറ്റുകൾ ചെയ്ത പോലത്തെ ഒരു കൊലപാതകമൊന്നും ഈ അടുത്ത കാലത്തൊന്നും മാവോയിസ്റ്റുകൾ ചെയ്തിട്ടില്ല. അവർ കുറച്ച് അരിയും ഗോതമ്പൊക്കെ കട്ടുകൊണ്ടുപോയി എന്നല്ലാതെ പഴയതുപോലെ തല വെട്ടാനും കാല് വെട്ടാനും നിന്നിട്ടില്ല. പിന്നെ കിട്ടിയ ഫണ്ട് പോരാ എന്ന് പറഞ്ഞിട്ട് അമിത്ഷാനെ കാണുമ്പോൾ അതിനെ ഇനിയാണോ അതോ ഇതുപോലെ ഇനി വല്ല നോട്ടീസുകളും വരുന്നുണ്ടെങ്കിൽ ആവിയാക്കാനാണോ എന്ന് സംശയം ഞങ്ങൾക്കുണ്ട്. ഏതായാലും ഈ പഞ്ചായത്ത് ഇലക്ഷനിലും അസംബ്ലി ഇലക്ഷനിലും ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഞങ്ങൾ മണക്കുന്നുണ്ട്.